ഹലോ! എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാസ്പോർട്ട് റിന്യൂവലിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആവുകയായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഞാൻ പോയിട്ട് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് ഞാൻ തത്കാലാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടുകയും ചെയ്തു. ഇന്നലെ മെയ് 25-ാം തീയതിയാണ് ഞാൻ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോയത്. ഇന്നിപ്പം ഉച്ചയായപ്പോഴത്തേക്കിന് എനിക്ക് നമ്മുടെ പോസ്റ്റ് വഴി ഇന്ത്യൻ പോസ്റ്റ് വഴി നമുക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടി. ഞാൻ നാട്ടിൽ നിന്നിട്ടാണ് പാസ്പോർട്ട് റിന്യൂവൽ ചെയ്തത്. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനൊക്കെ വേണ്ടി നമ്മുടെ പാസ്പോർട്ട് സേവേൻ്റെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇതിനെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പാസ്പോർട്ട് സേവയിൽ ഇപ്പം നേരത്തെ നിങ്ങൾ ആദ്യമായിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നവർക്കും നമ്മൾ റിന്യൂവൽ എന്ന് പറയുന്നെങ്കിൽ ഇതിന്റെ പ്രൊസീജിയർ ഏകദേശം സെയിം തന്നെയാണ്. നമ്മളൊരു ന്യൂ പാസ്പോർട്ട് എടുക്കുന്ന പോലെ തന്നെയാണ് റിന്യൂവലിന്റെ പ്രൊസീജിയറും. നമ്മൾ പാസ്പോർട്ട് സേവേൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് എടുക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് എടുക്കുക. ആ അക്കൗണ്ട് ത്രൂ നമുക്ക് ന്യൂ പാസ്പോർട്ടിനാണെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റീ ഇഷ്യൂ ആണെങ്കിൽ അതിന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റീ ഇഷ്യൂ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ട് ഈ പാസ്പോർട്ടിന്റെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. ആപ്ലിക്കേഷൻ തന്നെ രണ്ട് രീതിയിലുണ്ട്. നോർമൽ ആയിട്ടുള്ളതുണ്ട്, അതൊരു 15 to 20 days എടുക്കും കിട്ടാനായിട്ട്. അതുപോലെ തത്കാലം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടും. അപ്പോൾ എമർജൻസി ആയിട്ടൊക്കെ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്നവർക്ക് തത്കാല ഓപ്ഷൻ എടുക്കാം. റേറ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ പാസ്പോർട്ടിന്റെ പേജസ് അനുസരിച്ച്, അതുപോലെ തന്നെ തത്കാലാണോ നോർമൽ ആണോ അതനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ 60 pages ഉള്ള പാസ്പോർട്ടാണ് തത്കാൽ സർവീസ് വഴി എടുത്തത്. അതുകൊണ്ട് എനിക്ക് 4000 rupees ആണ് ആയത്. പാസ്പോർട്ട് സേവ ആപ്ലിക്കേഷൻ വഴി നമ്മൾ പാസ്പോർട്ടിന്റെ റിന്യൂവലിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അടുത്തുള്ള പാസ്പോർട്ട് സേവ ഓഫീസിന്റെ ഇത് നോക്കി അവൈലബിൾ ആയിട്ടുള്ള ടൈം സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ തത്കാലം ആയതുകൊണ്ട് ആദ്യം എനിക്ക് അത് ബുക്ക് ചെയ്യുന്ന സമയത്ത് 2000 രൂപ അടയ്ക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്പോർട്ട് വെരിഫിക്കേഷന് ചെല്ലുമ്പോഴാണ് നമ്മൾ ബാക്കി പൈസ അടയ്ക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയ് 25 ഇന്നലെയാണ് അവിടെ വെരിഫിക്കേഷന് പോയത്. ഞാൻ പാസ്പോർട്ട് സേവയുടെ ആപ്ലിക്കേഷൻ വഴിയാണ് ഇതിന് അപ്ലൈ ചെയ്തത്. ഇവിടെ നിങ്ങൾ ന്യൂ യൂസർ ആണെന്നുണ്ടെങ്കിൽ ന്യൂ യൂസർ രജിസ്റ്റർ നൗ കൊടുക്കാം. എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, ഞാൻ ലോഗിൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റും. ലൊക്കേറ്റ് സെൻറ്ററൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. ഫ്രഷ് ആൻഡ് റീ ഇഷ്യൂ ആണ് എനിക്കറിയാവുന്നത്, ബാക്കി രണ്ടും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൽ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ലെസ് ദാൻ 15 years നിങ്ങൾ ഏത് നോർമലാണോ തത്കാലാണോ എന്ന് വെച്ച് നോക്കാം. നോർമൽ ആണെങ്കിൽ ഇത്രയും. അതുപോലെ തന്നെ 36 pages and 60 pages ഉള്ളത്. 36 pages വരുവാണെന്നുണ്ടെങ്കിൽ നോർമലിന് 1500 രൂപയാണ് 36 pages വരുന്നത് നോർമൽ. 60 pages ആണെങ്കിൽ 2000 രൂപയാണ് വരുന്നത്. ഇതേ സമയം നമ്മൾ തത്കാലാണ് എടുക്കുന്നതെങ്കിൽ 60 പേജസിന് 4000 രൂപയും 36 പേജസിന് 3500 രൂപയാണ് വരുന്നത്. അപ്ലൈ ചെയ്യാനായിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് അപ്ലൈ ഫോർ ഫ്രഷോ റീ ഇഷ്യൂ പാസ്പോർട്ട് എന്ന് കൊടുക്കുക. ഇതിൽ നിങ്ങളുടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ തത്കാലാണോ നോർമലാണോ കൊടുക്കുക. അതുപോലെ നമ്പർ ഓഫ് പേജസ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇനി അങ്ങോട്ടുള്ള ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കറണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പേ ആൻഡ് സ്കെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് കൊടുത്താൽ മതി. അവിടെ നമുക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം. ആ ദിവസം നിങ്ങൾ വെരിഫിക്കേഷന് പോയാൽ മതി. പിന്നെ പുതിയ പാസ്പോർട്ട് എടുക്കാൻ അല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഒറിജിനൽ പ്രൂഫും എടുത്ത് കയ്യിൽ വെച്ചേക്കാം കേട്ടോ. ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ, പാൻ കാർഡ്, പിന്നെന്താ ഡ്രൈവിംഗ് ലൈസൻസ്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും ആണ് എൻ്റെ അഡ്രസ് പ്രൂഫും നെയിമിൻ്റെ ഇതുമായിട്ടും കൊടുത്തിരുന്നത്. കാരണം പണ്ടുണ്ടായിരുന്ന എൻ്റെ പാൻ കാർഡിൽ എനിക്ക് ഇനിഷ്യൽ ഇല്ല. അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഉള്ളത് വെച്ചിട്ടാണ് കൊടുത്തത്. ഇവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ തത്കാല ഓപ്ഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 3 പ്രൂഫ് കൊടുക്കണം. അഡ്രസ് പ്രൂഫ് 3 കൊടുക്കണം. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അന്നേരം ഒറിജിനൽ. പിന്നെ അവിടെ നിന്ന് അത് കോപ്പി എടുത്ത് കൊടുക്കണം. പിന്നെ ഈ കൊണ്ടുപോകുന്ന ഒറിജിനലിൻ്റെ എല്ലാം നമ്മൾ കോപ്പി എടുക്കണം. അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ ഒരു തത്കാലിൻ്റെ ഫോം എന്നും പറഞ്ഞിട്ട് ഒരു ഫോം ജസ്റ്റ് എന്ത് ഡോക്യുമെന്റ്സാണ് കൊടുക്കുന്നത് ടിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് നമ്മൾ വാങ്ങണം. എന്നിട്ട് ഈ കോപ്പിയിലെല്ലാം സൈൻ ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഒറിജിനൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നു, എന്നിട്ടും അതും ഒക്കത്തില്ല. തത്കാലം എടുക്കുമ്പോൾ നമ്മൾ ഈ ആധാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തുള്ള ഈ കുറേ സെന്റർ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ 50 രൂപ കൊടുത്തിട്ട് ഈ ആധാർ പ്രിന്റ് ഔട്ട് എടുക്കണം. ഈ ഒറിജിനൽ ആധാർ കാർഡ് കയ്യിലിരിക്കുകയാണ്, അതൊക്കത്തില്ല. അതിന് ഈ ആധാറിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വട്ടം അവർ പറഞ്ഞ് അത് ഇത് എന്നും പറഞ്ഞ് ഓടി.
പിന്നെ ഹസ്ബൻഡിന്റെ പേര് ചേർക്കുന്നതുകൊണ്ട് മാരേജ് സർട്ടിഫിക്കറ്റും വേണമായിരുന്നു. അങ്ങനെ പോയി ആധാറിന്റെ പ്രിന്റ്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി, നമ്മുടെ പഴയ പാസ്പോർട്ടിന്റെ കോപ്പി വേണം അത്, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ എല്ലാം കോപ്പി എടുത്തു അതിന്റെ സൈൻ ചെയ്തിട്ടാണ് അവിടെ കൊടുത്തത്. ഫസ്റ്റ് അതാണ്, നമ്മൾ അത് കൊടുത്തു, അവർ ടോക്കൺ നമ്പർ തരും. എന്നിട്ട് ടോക്കൺ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയി വെരിഫിക്കേഷൻ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പഴയ പാസ്പോർട്ട് കയ്യിലുണ്ട്, അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. സെയിം തന്നെ പിന്നെ അടിക്കുന്നതിന് നമ്മൾ പിന്നെയും പ്രൂഫ് എല്ലാം കൊടുത്തോണ്ടിരിക്കണം. എന്റെ അഡ്രസ്സ് ഞാൻ പഴയ അഡ്രസ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അഡ്രസ്സ് ചേഞ്ച് ആക്കുവാണെങ്കിൽ അതിനുള്ള പ്രൂഫും വെക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി ബയോമെട്രിക് നമ്മൾ ഇതെല്ലാം കൊടുക്കണം. പിന്നെ അവര് ഡീറ്റെയിൽസ് എല്ലാം പിന്നെ വെരിഫൈ ചെയ്യും. നേരത്തെയുള്ള പാസ്പോർട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ പ്രൂഫ് കൊടുക്കണം. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അവരതെല്ലാം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് വെരിഫൈ ചെയ്ത് നമ്മുടെ കോപ്പി ഇതെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പൈസ 2000 രൂപയും കൂടി അവിടെ അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഒറിജിനൽ, അവരവിടെ കോപ്പി മാത്രമാണ് നോക്കുന്നത്, ഒറിജിനൽ നോക്കത്തില്ല. ഫസ്റ്റ് സെക്ഷനിൽ, സെക്കൻഡ് സെക്ഷനിൽ നമ്മുടെ ഒറിജിനൽ ആണ് നോക്കുന്നത്. നമ്മൾ ഈ കൊടുത്തേക്കുന്ന കോപ്പിയുടെ കാര്യങ്ങളെല്ലാം ഒറിജിനൽ അവർ വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് തേർഡ് നമ്മൾ പാസ്പോർട്ട് ഓഫീസറിന്റെ അടുത്ത് ചെന്നിട്ട് അവരും ജസ്റ്റ് നമ്മുടെ ഈ തത്കാലിന്റെ 3 ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യും. എന്നിട്ട് അപ്രൂവ് ചെയ്ത് വിടും. അപ്പൊ തന്നെ നമ്മുടെ ഇത് പാസ്പോർട്ട് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. എല്ലാം പ്രോപ്പർ, ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ആയിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നു. അന്നേരം തന്നെ അന്ന് തന്നെ ഇത് ഷിപ്മെന്റ് സെൻഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഇന്ത്യൻ പോസ്റ്റിന്റെയും നമ്മുടെ ഷിപ്മെന്റ് ഐഡിയും ഇതെല്ലാം വെച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് ഇന്നായപ്പോഴത്തേന് പാസ്പോർട്ട് കയ്യിൽ കിട്ടി. അപ്പൊ നമ്മുടെ പഴയ പാസ്പോർട്ട് അവർ അപ്പൊ തന്നെ നമ്മൾ ക്യാൻസൽഡ് എന്നും പറഞ്ഞിട്ട് പഴയ പാസ്പോർട്ട് ഇതുകൂട്ടി ഇങ്ങനെ ക്യാൻസൽഡ് എന്ന് സീലും ചെയ്യും. അതുപോലെ തന്നെ ഒരു ഹോള് ഇത് ചെയ്തിട്ടുണ്ട് പഴയ പാസ്പോർട്ടിന്. അപ്പൊ നമ്മുടെ പുതിയ പാസ്പോർട്ടാണ് വന്നേക്കുന്നത്. പാസ്പോർട്ട് നമുക്ക് കിട്ടുമെങ്കിലും നമ്മുടെ പോലീസ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ അതിൻ്റെതായ പ്രൊസീജിയറിൽ ഇത് നടക്കും കേട്ടോ. ഇപ്പം നമ്മൾ എമർജൻസി തത്കാല ഓപ്ഷൻ എന്ന് പറയുന്നത് എമർജൻസിയിൽ ആൾക്കാർക്ക് എടുക്കാൻ വേണ്ടി, വേഗം അത്യാവശ്യം എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മുടെ പുതിയ പാസ്പോർട്ട് കിട്ടി. അപ്പം ഇനി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 2 പാസ്പോർട്ടും കയ്യിൽ കരുതണം. ഇപ്പം നിങ്ങളുടെ പഴയ വിസയൊക്കെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ പാസ്പോർട്ടും കയ്യിൽ കരുതണം. അപ്പം ഇതാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്. പിന്നെ എല്ലാം പ്രോപ്പർ ആണ്, എല്ലാം പെട്ടെന്ന് കിട്ടി. പക്ഷെ എന്നാൽ ഈ ഡോക്യുമെന്റ്സും ഇത്രയും വെരിഫൈ ചെയ്യുന്നത്, ഇത്രയും പ്രൂഫുകൾ കൊടുക്കുന്നത്, അതൊക്കെ ഓൾറെഡി ഉള്ളത് റീഇഷ്യൂ ചെയ്യുന്നതിന് പോലും നമ്മളൊരു പുതിയത് കൊടുക്കുന്ന കണക്ക് പ്രൂഫെല്ലാം നമ്മൾ കൊടുക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ഈ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾ ഇതെല്ലാം കൊണ്ടുവരണം, ഇന്നതാണെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മിസ് ചെയ്തായിരിക്കും. ഞാൻ എൻ്റെ ഫുള്ള് ഇതൊന്നും വായിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ മിസ് ചെയ്തായിരിക്കും. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഒറിജിനലും പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകുക. കാരണം ചിലപ്പോൾ നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്തായിരിക്കത്തില്ലല്ലോ കിട്ടുന്നത്, നമുക്ക് എളുപ്പമൊന്നും എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയും കുറേ പേരെ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്, കുറേ പേർക്ക് ഇതുകൊണ്ട് ഡോക്യുമെന്റ് ഇനിയും ആവശ്യമായിട്ട് വന്നിട്ട് അത് അവർക്ക് കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നത്, അങ്ങനെ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ റിന്യൂവിനോ പുതിയ പാസ്പോർട്ടിനൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതാൻ പറ്റുന്നതല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ഒക്കെ ആണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒറിജിനലുകളെല്ലാം കയ്യിൽ തന്നെ കരുതുക. പറ്റുവാണെങ്കിൽ എല്ലാം കോപ്പി എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ കോപ്പി എടുക്കാൻ പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇന്നലെ എല്ലാം കൊടുത്തു, ഇന്ന് പാസ്പോർട്ടും കയ്യിൽ കിട്ടി. അപ്പോൾ ഇത്രയാണ് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഓക്കെ, നമുക്ക് വീഡിയോ എടുക്കുക. ബാ തൊട്ടില്ല, നമ്മുടെ മൈക്ക് തൊടല് കഴിഞ്ഞോ? ഓക്കെ ആണോ? ഓക്കെ, മതി. അപ്പൊ ഈ കാര്യം പറയല, അമ്മ പറയട്ടെ. ഓക്കെ.